സന്തോഷി, നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇപ്പൊ ഗവർണർ രാജ്ഭവനിൽ പോലും ഭാരതാംബ വിഷയത്തില് നമ്മുടെ സംസ്ഥാനത്തിലെ മന്ത്രിമാര് അവിടുത്തെ രാജ്ഭവനെ പോലും ധിക്കരിച്ചുകൊണ്ട്, നമ്മുടെ അധികാര കേന്ദ്രങ്ങളെ പോലും ഗവർണറെ പോലും ധിക്കരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുക ഇപ്പം മന്ത്രിമാരുടെ പോലും. അപ്പൊ ഈ മതങ്ങളുടെ പേര് പറഞ്ഞാണ് ഇവര് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ഭാരതാംബ എന്താണ്? മാതൃഭാവത്തിൽ എന്തുകൊണ്ടാണ് ഭാരതാംബ അങ്ങനെ കാണുന്നത്? എന്താണ് മാതൃഭാവം? മതങ്ങളുടെ മാതാവാണോ ഭാരതാംബ? ഇന്നിപ്പോ ശിവൻകുട്ടി ഭരണഘടനയില് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആദർശ ധീരനാണെന്ന ശിവൻകുട്ടി പറയുന്നത്. ആദർശ ധീരത കൈവിട്ടു പോയാൽ, അവിടെ നെറുകേട് കാണിച്ചാൽ ചോദ്യം ചെയ്യേണ്ടെന്നാ പുള്ളി ചോദിക്കുന്നത്. ഭരണഘടന പുള്ളിയുടെ അങ്ങ് നട്ടലിനകത്ത് കയറിയിരിക്കുകയെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ശിവൻകുട്ടി നിയമസഭയെ കാണിച്ചതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശിവൻകുട്ടിയുടെ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇവർക്ക് ഭാരതാംബ എന്താണെന്ന് അറിയത്തില്ല, ഭാരതം എന്നാണെന്ന് അറിയത്തില്ല. അങ്ങേക്ക് ഈ ഭാരതാംബ എന്താണ്? ഭാരതത്തിന്റെ മാതാവാണോ? ലോകമാതാവാണോ? മതങ്ങളുടെ മാതാവാണോ? ഇതെന്താണ് സംഭവം? ഇന്ന് ഭയങ്കര വിഷയമാണ്. അവിടെ ഒരു കാവിക്കൊടി, ഗവർണറുടെ രാജ്ഭവനകത്ത് കാവിക്കൊടി കണ്ടുപോലും. അപ്പൊ ഇതിനകത്ത് ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയണം. അങ്ങയുടെ ആദ്യത്തെ ചോദ്യം ഭാരതത്തെ ഭാരതാംബയായിട്ട് കാണുന്നത് എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതെ. ഭാരതത്തെ മാതാവായി കാണുന്നത് എന്താണെന്നാണ് ചോദ്യം. അതെ. ഇത് അതിനു മുമ്പത്തെ ഒരു ചോദ്യം അതും അങ്ങ് ചോദിച്ചിട്ടുണ്ട്, മതങ്ങളുടെ മാതാവാണോ? ഏതെങ്കിലും മതത്തിന് വേണ്ടിയിട്ട് ഭാരതീയതയെ, ഹൈന്ദവ ദർശനത്തെ, ഹിന്ദുവെ മതമാക്കുവാനായിട്ട് ആര് നോക്കിയാലും അത് നടക്കില്ല. ഭാരതാംബ മതത്തിന്റെ പ്രതീകമല്ല, മതങ്ങളുടെ മാതാവല്ല ഭാരതം, ഹൈന്ദവീയത മതവുമല്ല. ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, വേദത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാരതീയരാണ്. ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവരാണ് ഇവിടെ ജീവിക്കുന്നവര്. ദൈവസങ്കല്പം ആദ്യമായി ഉടലെടുത്തത് ഭാരതത്തിലാണ്. തീർച്ചയായിട്ടും. വേദം ആദ്യ വേദാന്ത വേദ്യവാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ എന്ന് പറയുന്ന ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിന് താൻ തന്നെ സസ്യത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപശ്രീ നാരായണായ നമഃ. അങ്ങനെ ഈ ചരിത്ര സത്യത്തിന് ഇന്ന് പല ആചാര്യന്മാരും 3000, 4000, 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്നു. അതാണോ അതിന്റെ സത്യം? ഒരു വസ്തുത പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അതായത് വേദങ്ങൾ ജനിച്ചത് ഈ മണ്ണിലാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. എന്തിനെ കുറിച്ചുള്ള അറിവ് എന്ന് ചോദിച്ചാൽ ജീവന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള, വൈഭവത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ ആ വേദാന്തികളുടെ മണ്ണാണിത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ദൈവശാസ്ത്രം, തിയോളജി ജനിക്കുന്നത്. ആ തിയോളജി അഭിപ്രായമല്ല, അറിവാണ്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതമാണ്. ഭാരതീയരെ അഭിപ്രായങ്ങളിലല്ല വിശ്വസിക്കുന്നത്, അറിവിലാണ്, വേദത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മളുടെ ആളുകൾ തന്നെ തെറ്റായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഹിന്ദു മതമാണെന്ന്. ഹിന്ദു മതമാണെങ്കിൽ ഹിന്ദു അഭിപ്രായമാണ്. അഭിപ്രായമാകുമ്പോൾ അത് അറിവല്ല, അത് അഭിപ്രായം. ഭാരതാംബ ഒരു മതചിഹ്നമല്ല. അതെങ്ങനെയാണ്? വേദചിന്തയല്ലേ? അറിവാണ് വേദം എന്ന് പറയുന്നത്, ശാസ്ത്രചിന്തയാണ്. ഭാരതാംബ ദൈവമാണോ? ഭാരത മാതാ മാതൃസങ്കല്പം എന്താണ്? അതാണ് നമ്മുടെ മാതാവ് എന്ന് പറയുന്നതിന്റെ പിന്നിലെ അർത്ഥം എല്ലാവരും അറിഞ്ഞിരിക്കണം. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ മതചിന്ത അങ്ങോട്ട് മാറ്റിവെക്കുക. തീർച്ചയായിട്ടും യാചിച്ചുകൊണ്ട് ഞാൻ പറയുക, കാലിൽ തൊട്ടുകൊണ്ട് പറയുകയാണ്. കാരണം ചൈനീസ് ചിന്തയോ യുക്തിവാദമോ അല്ല ഇവിടെ വേണ്ടത്, വേദചിന്തയാണ്. അഭിപ്രായങ്ങളല്ല ഇവിടെ വേണ്ടത്, അറിവാണ്. നമ്മുടെ മക്കൾ അറിവ് പറയുന്നവരാവണം, അഭിപ്രായം പറയുന്നവരാവരുത്. അഭിപ്രായങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അറിവില്ലെങ്കിൽ. അറിവുണ്ടെങ്കിൽ അറിവിനാണ് സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടത്. അറിവ് കേൾക്കുവാനും പ്രചരിപ്പിക്കുവാനും പറയുവാനും മറക്കുവാൻ കഴിയാത്ത രീതിയിൽ വേദം ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നതിനെ നമ്മൾ തിരിഞ്ഞു നോക്കാനെങ്കിലും നമുക്ക് കഴിയും. ഭാരതാംബ എന്ന് പറയുന്ന അറിവിന്റെ മാതാവാണ്. അറിവിന്റെ മാതാവ് മാത്രമല്ല മോഹൻജി, അതെങ്ങനെയാണ് ആ സംഭവത്തിലേക്ക് വരുന്നതെന്ന് ഏറ്റവും ചുരുക്കി ഞാൻ പറയാം. ഈ വേദം പെട്ടെന്ന് ഗ്രഹിക്കാൻ എല്ലാവർക്കും പറ്റിയെന്നിരിക്കില്ല. ഇത് ദഹിക്കാത്തതാണെന്ന് തോന്നാം. കാരണം ജീവൻ ജനിച്ച ജംബൂദ്വീപ് എന്ന് പറയുന്നത്, ബീജകുംഭ സംഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ ഏഷ്യ ഭൂഖണ്ഡമാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഹൃദയസ്ഥാനത്ത് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണ്. ജീവനെ ഹൈ റേഞ്ച് നൽകുന്ന, ജീവനെ പർവ്വതീകരിക്കുന്ന ഹിമവാനാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ആ മണ്ണും ജലവും മഹിയും ഹിമയും ചേർന്ന് ഉയർന്നു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജീവനെ പർവ്വതീകരിക്കുന്ന ടവറാണ് ഈ ദേശം. ഇവിടുത്തെ പ്രതിഷ്ഠ, ഭാരതത്തിന്റെ പ്രതിഷ്ഠ, അതായത് ഗുരുദേശം എന്ന് പറയുന്ന ഈ ഭാരതത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹിമവാനാണ്. ആ ഹിമവാന്റെ പുത്രിയാണ് ജീവനെ പർവ്വതീകരിക്കുന്ന, ജീവന്റെ മായയാകുന്ന നമ്മൾ. മായയാണെന്ന് എല്ലാവരും പറയില്ലേ? ആ മായ പാർവതിയാണ്. ആ പാർവതി ജലമാണ്.
ആ ഹിമയാണ്. ആ മഹിയുടെ മാറിൽ ചേർന്നുയർന്ന് വിലാസം തീർക്കുന്ന കൈലാസം. ജീവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ടവർ, ജീവനെ പർവ്വതീകരിക്കുന്ന ആ ഹിമാലയമാണ്. എല്ലാ ജീവകാരന്മാരും കവികളും എല്ലാം ഹിമവൽ പുത്രി എന്ന് പറയുന്ന പാർവതിയെ. അതെ, ആ ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന ഹിമയെ, മഹിയും ഹിമയും ചേർന്നുയർന്നു വസിക്കുന്നിടം, ലോകത്തെ ജീവനെ പർവ്വതീകരിക്കുവാൻ വസിക്കുന്ന ഇടമായിരിക്കുന്ന ഹിമാലയത്തിന്റെ ആ നവരത്നങ്ങൾ പോലെയുള്ള ഹിമാലയം ഭാരതത്തിലായതുകൊണ്ടാണ് അല്ലെ, അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു ഹിമാലയം. ഇന്ന് അതിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പുറത്തുള്ളത്, ബാക്കി മുഴുവൻ കയ്യേറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. ഈ ഹിമാലയത്തിന്റെ പുത്രിയായിരിക്കുന്ന ആ ജലം തന്നെയാണ് ജീവൻ. ആ ജീവൻ തന്നെയാണ് നമ്മൾ. ആ ജലത്തിന്റെ മായയാണ് നമ്മൾ. സത്വരജോ തമോ ഗുണങ്ങളിലേക്ക് മായുന്ന ആ ജലത്തിന്റെ മായ മാത്രമാകുന്നു ജീവൻ. ആ ജീവനാണ് സ്വരത്തെ ജനിപ്പിക്കുന്നത്. ശബരമാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്നത്. ആ ശബ്ദത്തെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദേവീഭാവത്തിലുള്ള ഈ മണ്ണിനെ, അത് 9 ഖണ്ഡങ്ങളുണ്ട്. ഈ ഗുരു ദേശം എന്ന് പറയുന്ന ഹിമാലയത്തിന്റെ നവനിധികൾ എന്നറിയപ്പെടുന്ന 9 ദേശങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് നവഖണ്ഡമായിട്ടുള്ള ഭാരതത്തെ, അഖണ്ഡ ഭാരതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ അഖണ്ഡമായിട്ട് നിൽക്കേണ്ട വൈഷ്ണവ ശക്തിയാൽ, ഹരിതലോക ശക്തിയാൽ അഖണ്ഡമായി നിൽക്കേണ്ട, ജീവനെ പർവ്വതീകരിക്കുന്ന പാർവതിക്ക് പ്രാധാന്യമുള്ള, തീർത്ഥത്തിന് പ്രാധാന്യമുള്ള തീർത്ഥഭൂവാവുകയാൽ തീർത്ഥാടനത്തിന് പ്രാധാന്യമുള്ള ആ ദേശം. അതുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ ഭൗതിക ശരീരം അഗ്നിക്കിരയാക്കുന്നത് തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ശവസംസ്കാര രീതി പോലും പാർവതിക്ക് വേണ്ടിയിട്ടാണ്. ആ ജീവനെ പർവ്വതീകരിക്കുന്ന ആ മായയായിരിക്കുന്ന, പർവ്വതകുമാരന്മാരുടെ അമ്മയായിരിക്കുന്ന, അതായത് സുബ്രഹ്മണ്യ ദേശങ്ങളുടെ അമ്മയായിരിക്കുന്ന ആ പാർവതിയുടെ മണ്ണാണ് ഇത്. അതുകൊണ്ടാണ് പറയുന്നത് ശിവനും ഒരേ സമയം തന്നെ പാർവതിക്കും. ശിവൻ മണ്ണാണ്, മഹി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ നമുക്കറിയാം ഭാരതാംബ എന്ന് പറയുന്നത് പോലെ വേറൊരു രാജ്യത്തിനും ചൈന അമ്പാന്നോ നേപ്പാൾ അമ്പാന്നോ അമേരിക്ക അമ്പാന്നോ റഷ്യ അമ്പാന്നോ ഒന്നും പറയുന്നില്ലല്ലോ. അതെ, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ മോഹൻജി. അതായത് ജീവനെ പർവ്വതീകരിക്കുന്ന പാർവതി എന്ന് പറയുന്നത് പരിശുദ്ധിയായിരിക്കുന്ന ജലമാണ്. അത് ഈ മണ്ണിന്റെ വാമഭാഗമാണ്. മണ്ണിന്റെ ഈ ശൈവ നിലയത്തിന്റെ വാമഭാഗമായി ചേർന്നിരിക്കുന്ന ആ പാർവതിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ജീവനെ ജനിപ്പിക്കുന്ന ഇടം എന്ന് പറയുന്ന ജംബൂദ്വീപ് എന്ന് തന്നെ ഈ ഭൂഖണ്ഡത്തിന് പേര് വരാൻ കാരണം. ആ പാർവതിയുടെ കൂടായിരിക്കുന്ന പശ്ചിമഘട്ടത്താലാണ് ഇവിടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ. ഇവിടെ ബീജകുംഭ സംഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തിന്റെ മൂലാധാരമായിരിക്കുന്ന അഗസ്ത്യകൂടത്തിലാണ് ജീവൻ ആദ്യമായി ജനിച്ചത് തന്നെ. അപ്പൊ ഇതെല്ലാം ചരിത്രമായിട്ടിരിക്കെ, യമപീഠം ഇവിടെ ഇരിക്കെ, ജനനത്തിന് കാരണമായ പാഞ്ചജന്യം മുഴങ്ങിയ ശംഖുമുഖം ഇവിടെയായിരിക്കെ, പഞ്ചജനം എന്ന് പറയുന്ന പാതാള സമുദ്രം ഇവിടെ തന്നെ ആയിരിക്കെ, ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇതൊരു തീർത്ഥഭൂവല്ല എന്നും, ഈ തീർത്ഥത്തിന്, ഈ ജലത്തിന് ഇവിടെ ജീവനെ പർവ്വതീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അമൃതജലമുള്ള ഈ മണ്ണിന്റെ ആ അമൃതത്തെ മൃത്യുഭാവത്തിലേക്ക് മാറ്റുവാനായിട്ട് ഈ മാതൃദേശത്തിന്റെ മാതൃഭാവത്തെ മാറ്റി മൃത്യുവിന്റെ ദേശമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് കലാപങ്ങളിലേക്ക് നയിക്കുന്ന വലിയൊരു കൂട്ടം ഇതിനെയെല്ലാം മാറ്റുന്നു. ആ ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കാവിക്കൊടി എന്ന് പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ ചിഹ്നമല്ല, ശാസ്ത്ര ചിഹ്നമാണ്. ജലത്തെ ജനിപ്പിക്കുന്നത്, വർണ്ണമില്ലാത്ത ജലത്തെ ജനിപ്പിക്കുന്നത് കാവിവർണ്ണമായിരിക്കുന്ന സൂര്യന്റെ സപ്തവർണ്ണങ്ങൾ ചേർന്ന നിറമാണ്. ആ നിറമാണ് കാവി. ആ കാവിയാണ് ഭാരതാംബയുടെ മുകളിൽ ഉയരേണ്ടത്. സൂര്യന്റെ സപ്ത സിന്ദൂര വർണ്ണം പോലെയുള്ള ആ കാവ്യവർണ്ണനത്തിന് മാത്രമാണ് ഭാരതാംബയെ നിലനിർത്തുവാൻ, പാർവതിയെ, ജലത്തെ നിലനിർത്തുവാൻ കഴിയുള്ളൂ. ശിവൻ എന്ന് പറയുന്നത് മണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഭാരതാംബയുടെ ഈ സംസ്കൃതിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു വിഭാഗം പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതിന്റെ സത്ത അറിഞ്ഞുകൊണ്ടാണോ അവർ ചെയ്യുന്നത്? അറിയില്ല. ഈ സത്തയെല്ലാം നഷ്ടപ്പെട്ടു പോയി മോഹൻജി. അതായത് ഭാരതഖണ്ഡം എന്ന് പറയുന്ന ഖണ്ഡം 9 ഖണ്ഡങ്ങളിൽ ഒരു ഖണ്ഡമാണ്. അതായത് നവനിധിയായിരിക്കുന്ന ആ 9 ഖണ്ഡങ്ങളിൽ ഒരു ഖണ്ഡമായിരിക്കുന്ന ഭാരതഖണ്ഡം എന്ന് പറയുന്നത് ദ്രാവിഡ ദേശമാണ്. ആ ദ്രാവിഡ ദേശത്താണ് ദിവ്യമായിരിക്കുന്ന ദ്രവ്യം, ജലം ഭൂമിയുടെ ഉപരിതലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആകാശത്തിലൂടെ വാതക രൂപത്തിൽ പോകുന്ന ജലത്തെ ദ്രാവകമാക്കി മാറ്റി നിത്യതൃപ്തമായിട്ട് മണ്ണിന്റെ ഉപരിതലത്തിൽ വർണ്ണങ്ങളെ ജനിപ്പിക്കുവാൻ, ജീവനെ ജനിപ്പിക്കുവാൻ, ദുർഗാഭാവത്തെ ജനിപ്പിക്കുവാൻ,
ഭൂമിയുടെ ഉപരിതലത്തിൽ ദിവ്യമായിരിക്കുന്ന ദ്രാവിഡ ദേശത്തെ തീർക്കുന്ന ഇടമാണ് ഭാരതഖണ്ഡം. ആ ഭാരതഖണ്ഡത്തിന്റെ പേരാണ് ഈ ദേശത്തിന് മുഴുവനുള്ളത്. അങ്ങ് പറയുന്ന ഈ ജലമാണല്ലോ, ഈ പാർവതിയാണല്ലോ ഇവിടുത്തെ മഹാവൃക്ഷ പ്രകൃതിക്ക് പല നിറങ്ങളും പല വർണ്ണങ്ങളും പൂക്കളും എല്ലാം കൊടുക്കുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ജലമാകുന്ന പാർവതിയാണ്. അതെ, വർണ്ണമില്ലാത്ത ഈ ജലമാണ് ശിവനാൽ വൈഷ്ണവ ശക്തിയാൽ ഹരിതലോക ശക്തിയാൽ വർണ്ണമായി ജനിക്കുന്നതും ആ വർണ്ണത്തിൽ നിന്നാണ് സ്വരത്തെ ജനിപ്പിക്കുന്നതും. ശബ്ദത്തിന്റെ പീഠമാണ് ശബരി പീഠം. പഞ്ചദ്രാവിഡ ദേശത്തിന്റെ പീഠങ്ങളുടെ പീഠമാണ് ശബരി പീഠം. ആ ശബരി പീഠത്തിൽ ഇരിക്കുന്നത് ലോകമാതാവായിരിക്കുന്ന പാർവതിയാണ്. ആ പാർവതി ജലമാണ്, ആ ജലമാണ് ജീവന്റെ മായ. നമ്മളുടെ ഇടനെഞ്ചിലെ ഹൃദയത്തിൽ രുദ്രനാൽ രുദ്രവർണ്ണമായിരിക്കുന്ന ജലം കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള വൈഭവം ഹിമാലയമാണ്. ആ ഹിമാലയത്തിന്റെ ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന പാർവതിയുടെ നാടാണ് ഈ സമസ്ത ഭൂഖണ്ഡങ്ങളിലും സപ്തഭൂഖണ്ഡങ്ങളിലും ജീവനെ നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന ആ പീഠങ്ങളുടെ പീഠമാണ് ഈ ദേശം. ചോദിച്ചോട്ടെ, ഈ പാർവതി ലയിക്കുന്നത് കൊണ്ടാണല്ലോ ഭൂമി മണ്ണ് ശിവനായി മാറുന്നത്, അർദ്ധനാരീശ്വരനാവുന്നത്. മണ്ണും ജലവും ആരംഭിക്കുന്നതും വർണ്ണങ്ങളുടെ തുടിപ്പാരംഭിക്കുന്നതും എല്ലാം അവിടുന്നല്ലേ? തീർച്ചയായിട്ടും നമ്മളുടെ ശരീരത്തിൽ നിന്നും ആ പാർവതി, ആ രക്തം രുദ്രനാൽ രുദ്രവർണ്ണമായിരിക്കുന്ന ആ ജലം ഒഴുകിപ്പോയാൽ നമ്മൾ തീർന്നു, നമ്മൾ മാഞ്ഞു. നമ്മൾ ആ പാർവതിയുടെ മായ മാത്രമാകുന്നു. ഇവിടെ നിൽക്കുന്ന സസ്യലോകത്തിന്റെ 70% ജലമാണ്. ജന്തുലോകത്തിന്റെ ശരീരത്തിലെ 70% ജലമാണ്. വായുമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നത് ഈ സസ്യലോകം റീഫില്ല് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ പാർവതിയാണ്. ഭൂമിയുടെ അവസ്ഥയും അത് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും 7 സാഗരങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ശൈവനിലയത്തെ. പരമാണുവിന്റെ ഏറ്റവും വലിയ രൂപമാണ് പരമശിവൻ എന്ന് പറയുന്ന ഈ ഭൂമി. പരമശിവന് പ്രദക്ഷിണം ചെയ്യുന്നത് ഈ സമുദ്രമാണ്, പാർവതിയാണ്, സത്ത് നഷ്ടപ്പെട്ട സതിയാണ്. ആ ആഴികുണ്ടത്തിൽ നിന്നും ജനിക്കുന്നതാണ് ഭഗീരഥിയായും മന്ദാകിനിയായും ഇന്ദ്രാണിയായും പുഷ്കലയായും പിന്നെ അത് കഴിഞ്ഞ് ഗംഗയായും പിന്നെ ഭൂമിയിൽ പതിച്ചാൽ ശ്രീ പാർവതിയായും മാറുന്ന ഈ വൈഭവം. ആ പാർവതി ആദ്യം കന്യകയായി ഭൂമിയിൽ തൊടുന്ന ഇടമാണ് കന്യാകുമാരി. ജനങ്ങൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരമശിവൻ എന്ന് പറയുന്നത് ശരിക്കും മണ്ണായ ഭൂമി തന്നെയാണ് അല്ലേ? ഈ ഭൂമിയാണ്. പരമാണുവിന്റെ ഏറ്റവും വലിയ രൂപമാണ് പരമശിവൻ. ചന്ദ്രനാഥനാണ് ഈ ഭൂമി. ജീവധരനാണ് ഈ ഭൂമി. വ്യോമകേശം എന്ന് പറഞ്ഞാൽ മേഘമാണ്. മേഘത്തെ ജടയായി മുടിയായി ധരിച്ചിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ശിവൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അർദ്ധനാരീശ്വരനാണ്. 7 കടലും 7 കരയും ചേർന്ന് സൂര്യന് ചുറ്റും പരബ്രഹ്മമായിരിക്കുന്ന സൂര്യന് ചുറ്റും ആനന്ദ നടനമാടുന്ന ഭാവത്തിലുള്ള സദാനന്ദനാണ് ഭൂമി. നദീധരനാണ് ഭൂമി. ഇതൊക്കെ അറിയുമ്പോൾ തന്നെ മനസ്സിൽ ആനന്ദം ഉണ്ടാകുമല്ലോ, സന്തോഷം. തീർച്ചയായിട്ടും. ഭാരതം ശാസ്ത്രത്തിലെ വിശ്വസിക്കുന്നത്, മതങ്ങളിലല്ല. മതങ്ങൾ ഭാരതത്തിന്റെ വേദങ്ങളിൽ നിന്നും അടർന്നു പോയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. നമ്മൾ എല്ലാ മതങ്ങളെയും ആരാധിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ മോഹൻജി? എല്ലാ മതങ്ങൾക്കും നമ്മൾ സ്വാഗതം അരുളിയത് എല്ലാ മതങ്ങളും ഇവിടുന്ന് പോയെന്ന കുട്ടികൾ തന്നെയാണ്. ഇവിടുന്ന് അടർത്തിക്കൊണ്ടുപോയത് തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. എത്ര കുട്ടികളുണ്ടല്ലോ, എല്ലാ കുട്ടികളോടും മാതാവിന് ഒരുപോലെ കാണുമല്ലോ, മാതാവ് സ്നേഹിക്കുമല്ലോ. പക്ഷെ അന്ധനാനയെ കണ്ട പോലെയാണ് ഇവിടെ ഇന്ന് ഭാരതീയര്. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ള ഈ ഹൈന്ദവീയതയും മതമാകുവാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. പക്ഷെ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. ഭാരതം വേദത്തിലാണ് വിശ്വസിക്കുന്നത്. ആ വേദാന്ത വേദ്യ കാരണനായിരിക്കുന്ന ശ്രീരാമന് ജയ് വിളിക്കുന്നത് ശാസ്ത്രവിജയത്തിലാണ്. ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ല. മതചിന്തയിൽ നിന്നിട്ടല്ല ജയ് ശ്രീരാം വിളി വരുന്നത്, ശാസ്ത്രചിന്തയിൽ നിന്നിട്ടാണ്. അത് ശ്രീരാമന് വേണ്ടി ജയ് വിളിക്കുന്നവരും അറിയണം. ഇത് ഷെയർ ചെയ്യാനോ ഇത് കേൾക്കാനോ ഒന്നും താല്പര്യമില്ല. ഇതെല്ലാം രാഷ്ട്രീയപരമായിട്ട് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം. നമ്മളുടെ വേദം എന്ന് പറയുന്നത്, വേദം എന്താണ്? 6 ദേവസങ്കല്പങ്ങൾ, ദിവസങ്കല്പങ്ങൾ, ദൈവം എന്ന് പറയുന്ന പ്രതിഭാസം, സനാതനമായിട്ട് നിൽക്കുന്ന ആ 6 ശക്തികൾ എന്താണ്? അതിന്റെ സബ്ബായിട്ട് വരുന്ന ശക്തികൾ എന്താണ്? ആ ദേവഭാവങ്ങൾ എന്താണെന്ന് അറിയണം. അറിയുമ്പോൾ മാത്രമാണ് ഏകദൈവം എന്താണെന്നും ബഹുദൈവം എന്താണെന്നും എല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ ഈ മണ്ണാണ്, ഈ ഭൂമിയാണ്. അപ്പോൾ ഈ ജീവധരനായിരിക്കുന്ന, നദീധരനായിരിക്കുന്ന, വ്യോമകേശരനായിരിക്കുന്ന, ചന്ദ്രനാഥനായിരിക്കുന്ന, ജീവനെ ആഭരണമായി അടയാളമായി ധരിച്ചിരിക്കുന്ന ആ ഭൂമി തന്നെയാണ് നമ്മളുടെ ശിവൻ. നമ്മൾ കാലുകൊണ്ട് പോലും തൊടാനറയ്ക്കുന്ന ഈ ശൈവനിലയമാണ് ശിവൻ. നമ്മളുടെ ശരീരത്തിലാണേലും ഈ മണ്ണും ജലവും ചേർന്നാണ് സ്ഥൂലകണം, പ്രോട്ടോൺ എന്ന് പറയുന്ന സ്ഥൂലകണം. ഇലക്ട്രോൺ എന്ന് പറയുന്നത് അഗ്നിയും ആകാശവുമാണ്. ബ്രഹ്മശക്തി അഗ്നിയാണ്,
ജനനകാരണ ശക്തി അഗ്നിയാണ്, മരണകാരണ ശക്തി ആകാശമാണ്. ജനനകാരണ ശക്തി അഗ്നി ആയതുകൊണ്ടാണ് കാവ്യവർണം ഭാരതാംബയുടെ കൈകളിൽ ഇരിക്കുന്ന കാവ്യവർണം. ജനനകാരണ ശക്തി ആയതുകൊണ്ട് ജനനത്തിന്റെ കാരണമായിരിക്കുന്നത് പാർവതിയാണ്, ജീവന്റെ മായയായിരിക്കുന്നത് പാർവതിയാണ്. ആ പാർവതി ഭാരതാംബയാണ്. ആ ഭാരനാൽ തം തീർക്കുന്ന ഗർഭപാത്രം തീർക്കുന്ന, ഭാരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഹരിതലോകമാണ്. ഈ ഹരിയാണ്, പ്ലാന്റാണ്. ആ പ്ലാന്റിന്റെ പ്ലാനാണ് സർവ്വതും. ആ ഭാരനാൽ തം തീർക്കുന്ന ഗർഭപാത്രം തീർക്കുന്ന ആ ദേശമാണ് ഭാരതം. ആ ദേശത്തെ, അതായത് സത്വ രജോ തമോ ഗുണങ്ങളുടെ ദേശം. ഭ എന്നാൽ സത്വഗുണം, രാ എന്നാൽ രജോ ഗുണം, തം എന്നാൽ തമോ ഗുണം. അത് തന്നെയല്ലേ ത്രിമൂർത്തി സങ്കല്പം? അതെ, ഇലക്ട്രോണിന്റെ ഗുണമാണ് രജോ ഗുണം. വികാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങൾക്ക് കാരണമാകുന്ന ഗുണം. വായുവിൽ തന്റെ ജൈവ പ്രപഞ്ചത്താൽ നിറയുന്ന ഗുണമാണ് സത്വഗുണം. അതിൽ സത്വഗുണം എന്ന് പറയുന്നത് സസ്യലോകത്താലാകുന്നു. ആ സത്വഗുണത്തെ അനുഭവിക്കുന്നത് ആരോ സാത്വികി ഗുണത്തിൽ ലക്ഷ്മിയായിട്ട് വരും, ജന്തുലോകമായിട്ട് വരും. ജന്തുലോകം ലക്ഷീകരിപ്പിക്കുന്നതാണ്. സസ്യലോകത്തിന്റെ വിഘ്നങ്ങളെ കുത്തിയകറ്റി ലക്ഷീകരിപ്പിക്കുന്നത്. സത്യത്തില് ഇവിടുത്തെ മാനവ രാശി ഈ അറിവല്ലേ ഇപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്? അതേ മോഹൻജി, ഈ സസ്യലോകത്തെ കുറിച്ച് ഞാൻ ഒന്നും കൂടി പറയട്ടെ. ഈ സസ്യലോകമാണ് നമുക്ക് ജീവനാംശത്തെ തരുന്നത്. ആ സസ്യലോകത്തിന് പരാഗണം പോലും നടത്തി കൊടുത്തിട്ട് അതിനെ ലക്ഷീകരിപ്പിക്കുന്നത് ജന്തുലോകമാണ്. ആ ജന്തുലോകത്തിന്റെ ജീവനാംശം തരുന്ന ഈ സസ്യലോകം, ആ സസ്യലോകമാണ് പിതൃസ്ഥാനത്ത്. മാതൃസ്ഥാനത്താണ് ജന്തുലോകം. ആ മാതൃലോകത്തിന്റെ ഇടമാണ് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള, ജലത്തിന് നാരത്തിന് പ്രാധാന്യമുള്ള, ശുദ്ധിയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള, ഏറ്റവും പവിത്രമായിട്ടുള്ള ജലമുള്ള, പർവ്വതങ്ങളുടെ പർവ്വതമായിരിക്കുന്ന ഹിമാലയ പർവ്വതത്തെ ഉയർത്തി നിൽക്കുന്ന, ഭാരനാൽ ഏറ്റവും വലിയ ഭഗീരഥ പ്രയത്നം നടത്തി മഴയെ പെയ്യിക്കുന്ന ഏറ്റവും വലിയ വൈഭവം അതാണ് ഹിമാലയം. ആ ഹിമവാന്റെ പുത്രിയാണ് ഭാരതാംബ. ആ ഭാരതാംബ ഇല്ലെങ്കിൽ നമ്മളുടെ ശരീരവും മരണപ്പെട്ടു പോവും, മൃത്യു ഭവിക്കും. ഈ ദേശവും മൃത്യു ഭവിക്കും. നമ്മളുടെ മണ്ണിൽ നിന്നും ഈ ജലത്തെ അടർത്തി മാറ്റുവാനോ, നമ്മളുടെ ശരീരത്തിൽ നിന്ന് ജീവനെ അടർത്തി മാറ്റുവാനോ നോക്കുന്നത് ഏത് ചൈനീസ് ബുദ്ധിയായാലും അത് അറിയണം, പഠിക്കണം. ഭാരതത്തെ അറിയണം, ഭാരതത്തിന്റെ വേദത്തെ അറിയണം. ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് വരാം. ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. സരസ്വതി, സ്വരശ്രുതിക്ക് കാരണമായിരിക്കുന്ന സരസ്വതി ആകാശമാണ്. അഗ്നിയും ആകാശവും, ഡാർക്ക് എനർജിയും വൈറ്റ് എനർജിയും ചേരുമ്പോഴാണ് ഇലക്ട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ജൈവകണങ്ങൾ നിറഞ്ഞിരിക്കുന്ന, സസ്യലോകവും ജന്തുലോകവും നിറഞ്ഞു നിൽക്കുന്ന ഈ വായുമണ്ഡലത്തെയാണ്. അതാണ് ന്യൂട്രോൺ. മണ്ണും ജലവും ചേർന്നതാണ്. അതായത് മഹിയും ഹിമയും ചേർന്നിരിക്കുന്നതാണ്. മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ. ഇപ്പൊ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങളാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ത്രികണങ്ങൾ. ഇത് കണ്ടുപിടിച്ച ആള് ഞാനല്ല, സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ്. ത്രേതായുഗത്തിലെ ആ കണ്ടെത്തലാണ്. 1-2 വർഷത്തെ അല്ല. മോഹൻജി വെച്ചില്ല ഇത് എന്ന ത്രിമൂർത്തി സങ്കല്പമാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അതെ, സൃഷ്ടിസ്ഥിതി കാരണമായിരിക്കുന്ന ശക്തി. അപ്പോ ഇത് എന്നാണ് കണ്ടുപിടിച്ചെന്നറിയാം? ഇപ്പോ കലിയുഗം തുടങ്ങിയിട്ട് പാണ്ഡവാബ്ദം കഴിഞ്ഞിട്ട് 5126 വർഷം. അതിനു മുമ്പ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന ദ്വാപരയുഗം, അതായത് കലിയുഗത്തിന്റെ ഇരട്ടിയുള്ള യുഗം. കലിയുഗത്തിന്റെ മൊത്തം ദൈർഘ്യം 4,32,100 വർഷം. അതിന്റെ ഇരട്ടി വരുന്നതാണ് ദ്വാപരയുഗം. 2 യുഗം കൂടി കണക്കാണ്. 2 യുഗത്തിന്റെ ദൈർഘ്യമുണ്ട്. 8,64,200. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ത്രേതായുഗത്തിന്റെ അളവ് കിട്ടും. ആ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ശ്രീരാമചന്ദ്രനാണ് ഈ സിദ്ധാന്തം കണ്ടുപിടിച്ചത്. 5000-3000 ഒക്കെ പഴക്കമുണ്ടെന്ന് പറയുന്ന ഇവിടുത്തെ ആചാര്യന്മാര് എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? എന്താണ് അവരുടെ? ശ്രീകൃഷ്ണൻ പോയിട്ട് തന്നെ 5126 വർഷമായി. അപ്പോ ഏകദേശം നമ്മളുടെ കാലഗണന എന്ന് പറഞ്ഞാൽ 8,69,300 സംതിങ് വർഷങ്ങൾക്ക് മുമ്പുള്ള ത്രേത സിദ്ധാന്തമാണ് ഈ ത്രിഗണ സിദ്ധാന്തം. ആ ത്രേത സിദ്ധാന്തത്തെ കണ്ടെത്തി ശൈവ വൈഷ്ണവ വെറിയുടെ യുദ്ധ കൊതിയന്മാരുടെ മൃത്യുശാസന ചാപ സിദ്ധാന്തത്തിന്റെ സകലതും ഒടിച്ചു ഞെരിച്ചു കളഞ്ഞ് യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെ മാളത്തിൽ ഒളിപ്പിച്ച സിദ്ധാന്തമാണ് ശ്രീരാമൻ മിഥിലയിൽ അവതരിപ്പിച്ചത്. സീതയുടെ നാടിനെ അണിയിച്ചത്. അന്നത്തെ ആ ശ്രീരാമ സിദ്ധാന്തം ത്രേതായുഗ കാലത്തിൽ തന്നെയാണല്ലോ നമ്മൾ ദൈവം എന്ന് പറയുന്ന ദിവസവും ദൈവവും അക്കവും സംഖ്യാശാസ്ത്രം ആദ്യം പിറന്നു. അത് സപ്തർഷികളുടെ കാലത്താണ്. സപ്തർഷികൾക്ക് സ്റ്റാർ പദവി നൽകുന്നതിന് കാരണം സംഖ്യാശാസ്ത്രമാണ്. ആ സംഖ്യാശാസ്ത്രത്തിന് ശേഷം വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഭാഷയ്ക്ക് ലിപി ഉണ്ടാകുന്നത്. അത് ശ്രീരാമചന്ദ്രന്റെ കാലത്താണ്. ആദ്യ വേദാന്ത വേദ്യവാക്യൻ എന്ന് പറയുന്നത് വെറുതെയല്ല, മുഴുവൻ വേദങ്ങളെയും അക്ഷരങ്ങളായിരിക്കുന്ന വിഗ്രഹങ്ങളിൽ പ്രതിഷ്ഠിച്ച്, അതായത് രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി
കാണുന്ന മാത്രയിൽ തന്നെ വിഗ്രഹിച്ച അക്ഷരങ്ങളെ അക്ഷിയിലേക്ക് ആവാഹിക്കാൻ ശേഷിയുള്ള അനശ്വരമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി സർവ്വവേദവും ആ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് ആത്മഹത്യ ചെയ്ത മനുഷ്യന്റെ പേരാണ് ശ്രീരാമചന്ദ്രൻ. അപ്പൊ ആ ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് അറിയാൻ പാടില്ലാതെയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ അങ്ങോട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ രാവണ പക്ഷത്തുള്ള ആളുകൾ അവര് ബുദ്ധിയുള്ളവരല്ലോ, സുബുദ്ധി മാത്രമല്ലേ രാവണപക്ഷം. അതുകൊണ്ടാണല്ലോ 10 തല. അപ്പൊ ആ സുബുദ്ധിയല്ലേ ഇന്ന് രാഷ്ട്രീയക്കാർ ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ തീർച്ചയായിട്ടും അറിയാൻ പാടില്ലാതെ എന്തിന് അഭിപ്രായം പറയുന്നു, അറിയാൻ പാടില്ലാതെ എന്തിന് അഭിപ്രായങ്ങൾ പറയുന്നു. സങ്കടകരമാണ് ഈ അവസ്ഥ. കാരണം ഭാരതം ഒന്നിനും കൊള്ളില്ല. ഇവിടെ ഭാരതത്തിലുള്ള വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഈ മണ്ണിലുണ്ടായ വേദങ്ങൾ മാത്രമല്ല, സപ്തഭൂഖണ്ഡങ്ങളിലെയും പ്രിയവ്രതന്റെ പിന്മുറക്കാരുടെ അറിവുകളെ ചേർത്ത് വെച്ചിരിക്കുന്ന ഇടം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാനവരാശിയുടെ അറിവിന്റെ എണ്ണത്തെയും അളവുകോൽ എന്ന് പറയുന്ന ഈ വേദങ്ങൾ തന്നെയാണ്. ഈ വേദങ്ങൾ അറിവുകളാണ്, മതചിന്തയിലല്ല, അഭിപ്രായത്തിലല്ല ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മായാത്ത ശ്രുതികളായിരിക്കുന്ന അറിവുകളിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അത് ശ്രുതികളാണ്. ഇവിടെ അതിനെ മറയ്ക്കാൻ പറ്റാത്ത ശ്രുതികളായിട്ടുള്ള 2 ഇതിഹാസങ്ങളുണ്ട്, രാമായണവും മഹാഭാരതവും. ഈ വേദത്തെ കണ്ടെത്തി അതിനെ പ്രതിഷ്ഠിച്ച ആ കാലഘട്ടത്തിൽ ആദ്യം അക്ഷരം കണ്ടെത്തിയ ആ ശ്രീരാമന്റെ ചരിതം തന്നെയാണ് ആദ്യത്തെ കാവ്യം. ആദ്യത്തെ കവിയും വാൽമീകിയ. അതിനു മുമ്പും ആർക്കും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. കാരണം അക്ഷരങ്ങൾ ജനിക്കുവാൻ അഗ്നിയെ കെടാതെ സൂക്ഷിച്ച അക്ഷര നഗരി അയോധ്യയാണ്, ആയോധനം നിലച്ച ഇടം. അപ്പൊ ആ ശ്രീരാമചന്ദ്രനെയാണ് അർത്ഥം അറിയാൻ പാടില്ലാതെ. രാവണനെ നിഗ്രഹിച്ചത് കൊണ്ടല്ല ശ്രീരാമൻ അവതാരമായത്, അല്ലെങ്കിൽ അജ്ഞതയെ നിഗ്രഹിക്കുന്ന ആളായത്. അക്ഷരങ്ങളെ കണ്ടെത്തിയത് കൊണ്ടാണ്. അക്ഷരങ്ങൾ അജ്ഞതയെ നിഗ്രഹിക്കുന്ന, രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ പഞ്ചഭൂത സിദ്ധാന്തങ്ങളിൽ നിന്നും കണ്ടെത്തിയത് കൊണ്ടാണ്. ഒരു കാര്യം ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തില് ഈ രാഷ്ട്രീയ ബുദ്ധി, രാവണ ബുദ്ധിയായിട്ടുള്ള ആളുകളാണല്ലോ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം. എല്ലാ നേതൃത്വത്തിലും ഇരിക്കുന്ന സാമാന്യേന 90% ആളുകളും ഈ രാഷ്ട്രീയ ബുദ്ധിയെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സത്യം, ഈ അറിവ്, ഈ വേദം എന്താണെന്ന് അറിഞ്ഞാൽ ഇതിന് മാറ്റം വരും. എന്താണെന്ന് എങ്ങനെയാണ് അറിയിക്കുക ആളുകളെ? അവർക്ക് അത്രമാത്രം ബുദ്ധിശൂന്യത വന്നു നിൽക്കുവാണല്ലോ. ഇത് പ്രണവവേദം എന്ന് പറയുന്ന ചാനൽ മാത്രമാണ് ഇതിനിപ്പോ ഉള്ള പരിഹാരം. വേറെ ഒന്നും ഇത് കിട്ടില്ല.